കാട്ടാനയുടെ ആക്രമണത്തിൽ 2 ജീവനുകൾ നഷ്ടമായ പെരുവന്താനം പഞ്ചായത്തിലെ ടിആർആൻഡി എസ്റ്റേറ്റിലെ കാടുമൂടിയ റബ്ബർ തോട്ടങ്ങൾ വന്യജീവികളുടെ വിഹര കേന്ദ്രമായി മാറുന്നു. ടിആർആൻഡി എസ്റ്റേറ്റിൽ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമാണ് കാടുമൂടി വെറുതെ കിടക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ശബരിമല വനത്തിൽ നിന്നും വന്യജീവികൾ കൂട്ടമായി എത്തി തമ്പടിക്കുകയാണ്. എസ്റ്റേറ്റിലെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ഏതാനും വർഷമായി കടുവ, പുലി, കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപന്നി, കുരങ്ങൻ അടക്കമുള്ള വന്യജീവികൾ സ്വൈര്യവിഹരം നടത്തുകയാണ്. കഴിഞ്ഞ വർഷം മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയത്ത് നടത്തിയ ചർച്ചയിൽ എസ്റ്റേറ്റിലെ കാടുമൂടിയ പ്രദേശങ്ങൾ വെട്ടിത്തെളിക്കുമെന്ന നിർദ്ദേശം നൽകിയെങ്കിലും ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. ഓരോ വർഷം പിന്നിടുമ്പോഴും റബ്ബർ വെട്ടിമാറ്റിയ പ്രദേശം കാടുമൂടുകയാണ്. പുതിയതായി റബ്ബർ വെട്ടിമാറ്റിയ ഭാഗത്ത് കൈത കൃഷി നടത്തുന്നുണ്ടെങ്കിലും വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കാടുമൂടിയ നിലയിലാണ്. ഇവിടെയാണ് വന്യജീവികൾ തമ്പടിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചെന്നാപ്പാറ എസ്റ്റേറ്റിനോട് ചേർന്ന് താമസിക്കുന്ന സോഫിയ എന്ന വീട്ടമ്മയെ കാട്ടാന ആക്രമിച്ച് കൊന്നിരുന്നു. ചൊവ്വാഴ്ച മതമ്പ കൊണ്ടോടിയിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ പുരുഷോത്തമനെയും കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ആന പുരുഷോത്തമനെ ആക്രമിച്ച ശേഷം ടിആർആൻഡി എസ്റ്റേറ്റിലെ കാടുമൂടിയ മേഖലയിലേക്ക് ഓടിപ്പോയെന്ന് പുരുഷോത്തമന്റെ മകൻ രാഹുൽ പറഞ്ഞിരുന്നു. എസ്റ്റേറ്റിലെ തൊഴിലാളികളെയും പ്രദേശത്തെ കുടുംബങ്ങളെയും വന്യമൃഗശല്യത്തിന് പ്രധാന കാരണമായ തോട്ടം മേഖലയിലെ കാട് വെട്ടിമാറ്റുവാൻ അധികാരികൾ തയ്യാറാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.